ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് അതുപോലെ വെറൈറ്റി ആയിട്ട് സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാം. അപ്പോൾ വെറൈറ്റി തന്നെയാണ് ഈ ഒരു പുഡിങ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് കാണില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലൂടെ തന്നെ കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം ഞാൻ ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 7 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 1/2 ലിറ്റർ പാൽ വെച്ചിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ 1.5 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് അതിൽ കുറച്ച് എടുത്താൽ മതി. ബ്രെഡ് ക്രംസിന് പകരമായിട്ട് ബ്രെഡ് മുഴുവനായിട്ട് അങ്ങ് പൊടിച്ച് അരികവശം ഒന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അരികവശം കഴിഞ്ഞിട്ട് വൈറ്റ് മാത്രമാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. എങ്ങനെ ആയാലും കുഴപ്പമില്ല, അതെടുക്കാം. എന്നിട്ടൊരു പാന് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക. എന്നിട്ട് ആ പാനിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്കൊരു ഏകദേശം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം അത്ര കറക്റ്റൊന്നുമല്ല, അങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് സാധാരണ നമ്മൾ കാരമലൈസ് ചെയ്യൂലേ, ആ രീതിയിലൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ പിന്നെ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയി അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്, ഇത്രയും മതി. ഇതിൽ കൂടുതലായാൽ ഒരു കയ്പ്പ് രുചി വരും. അപ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ആകുമ്പോൾ ഈ ഒരു ഇതിന് പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റുമാണ്. അപ്പോൾ അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ പാല് തിളപ്പിച്ച് ഈ ഒരു സമയത്ത് തന്നെ പാല് തിളപ്പിക്കുന്ന ഒരു സമയത്ത് തന്നെ ഇത് ചെയ്താൽ മതി. ഞാനിത് ഫസ്റ്റ് ചെയ്തു, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇത് പെട്ടെന്ന് സെറ്റാവും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഞാനിത് കഴിഞ്ഞതിന് ശേഷമാണ് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേഗം ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇത്രയും മതി കേട്ടോ. അത് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം തന്നെ ഞാൻ ചൈന ഗ്രാസും തിളപ്പിക്കാനായിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ 1/2 ലിറ്റർ പാലും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പാൽ ആദ്യം തന്നെ തിളപ്പിക്കാൻ വെക്കുകയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റാവുമെന്ന് പറഞ്ഞല്ലോ. അത് ആ ഒരു സമയം പാൽ തിളച്ച് വരുന്ന സമയം ഇത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ സെറ്റായി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. തിളക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് മെൽട്ടായി കിട്ടും. അത് സെറ്റായി എന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു കാരമലൈസ് ചെയ്ത ഷുഗർ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ നേരത്തെ കണ്ടതിലാറ് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. എന്നാലും ചൂട് പോയിട്ടില്ല, അതുകൊണ്ട് അത് സെറ്റായിട്ടില്ല. അപ്പോൾ അത് പെട്ടെന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സെറ്റായി പോയാലും അത് അതിൽ നിന്ന് മെൽട്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് പാലുമായിട്ടൊന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ബ്രെഡ് ക്രംസ് വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം കേട്ടോ. ഇത് അത്യാവശ്യം ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടും. അതുപോലെ തന്നെ നല്ല ടൈറ്റിലായിട്ട് വരികയും ചെയ്യും. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ടൈറ്റിൽ വരികയും ചെയ്യും. അതേ സമയം തന്നെ നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ചൈന ഗ്രാസും ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ പെട്ടെന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു പുഡിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയൊരു പുഡിംഗ് ട്രേ ആണ്, അതിലേക്കുള്ള ക്വാണ്ടിറ്റി ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ബ്രെഡ് ക്രംസ് കൂടിയതുകൊണ്ടാണ് ഇത്ര ടൈറ്റ്. അപ്പോൾ ഇത്രയും ടൈറ്റ് വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മുടെ പുഡിങ് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിൽ നിന്ന് തണുത്തൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം അത് എടുക്കുന്നത്. ഇപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് അത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല കട്ടിയിൽ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ സ്പ്രിങ്കിൾസോ വേറെ എന്ത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്. അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല സെറ്റായിട്ടും വന്നിട്ടുണ്ട്. കാരണം ഇത് പെട്ടെന്ന് സെറ്റ് ആവട്ടോ, നമ്മൾ ബ്രെഡ് ക്രംസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്